പണ്ടൊക്കെ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് ഇൻസ്ട്രുമെന്റ് ബോക്സ്. സ്കൂൾ ഓർമ്മയിലെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റം തന്നെയാണിത്. ബോക്സ് മേടിക്കാൻ അപ്പൻ്റെ പിറകെ നടന്നത്, മേടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് പഴയ പൂട്ടുപോയ ബോക്സ് സംഘടിപ്പിച്ച് റബ്ബർ ബാൻഡ് ഇട്ടത്, ഇൻസ്ട്രുമെന്റ് ബോക്സുമായി ബന്ധപ്പെട്ട ഇത്തരം പല ഓർമ്മകളും നമുക്കുണ്ടാകും. എൻ്റെ വീട്ടിൽ ആദ്യമായി ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് കൊണ്ടുവന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചേച്ചിക്ക് മേടിച്ച റെഡിൽ ബ്ലാക്ക് ലൈൻസ് ഉള്ള നടരാജിൻ്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ്. ആ കോമ്പസ് ഒക്കെയുള്ള അപകടം പിടിച്ച ക്ലാസിക് റെഡിൽ ഒന്ന് തുറക്കാനോ ഉപയോഗിക്കാനോ കുട്ടിയായിരുന്ന എനിക്കൊന്നും അന്ന് അനുവാദം ഉണ്ടായിരുന്നില്ല. 1980-90 കാലഘട്ടത്തിലാണ് നടരാജിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് വിപണിയിൽ സജീവമാകുന്നത്. ശിവന്റെ നൃത്തം ചെയ്യുന്ന രൂപം, അതായത് നടരാജനാണ് ലോഗോ. പഴയ ബോക്സ് കവറിന്റെ സ്റ്റൈലും ടൈപ്പ് ഫേസും ഇന്റീരിയേഴ്സും ഒക്കെ ഇന്ന് കുറെ മാറിയിട്ടുണ്ട്. 1958 മുതലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പെൻസിൽ മാനുഫാക്ചറിംഗ് കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെൻസിൽ കമ്പനിയുടെ ബ്രാൻഡാണ് നടരാജും അപ്സരയും. പെൻസിൽ നിർമ്മാണത്തിന്റെ ജന്മസ്ഥലമായ ജർമ്മനിയിൽ പോയി പെൻസിൽ മേക്കിംഗ് പഠിച്ച 3 സുഹൃത്തുക്കളാണ് ഹിന്ദുസ്ഥാൻ പെൻസിൽ സ്ഥാപിച്ചത്. താങ്ങാനാകുന്ന വിലയ്ക്ക് ഇവർ പുറത്തിറക്കിയ നടരാജ് പെൻസിലുകൾ വളരെ വേഗം ജനപ്രിയമായി. 1970-ൽ അപ്സര പെൻസിലുകൾ അവതരിപ്പിച്ചു. തുടക്കത്തിൽ ഒരു പ്രീമിയം ഡ്രോയിങ് പെൻസിലായിട്ടാണ് അപ്സരയെ ഇവർ അവതരിപ്പിച്ചത്. കാലക്രമേണ അപ്സര ബ്രാൻഡ് ഉയർന്ന നിലവാരമുള്ള സ്റ്റേഷനറി വസ്തുക്കളുടെ വിശാലമായ ഒരു ശ്രേണിയായി വളർന്നു. ഹിന്ദുസ്ഥാൻ പെൻസിലുകൾ ഒരു ഡ്യുവൽ ബ്രാൻഡ് തന്ത്രം സമർത്ഥമായി ഉപയോഗിച്ചു. നടരാജും അപ്സരയും ഒരേ വിപണിയിൽ വ്യത്യസ്ത വിലകളിൽ വ്യത്യസ്ത ഉപഭോക്തൃ മുൻഗണനകൾ പിടിച്ചെടുത്തു. ഇന്ത്യൻ പെൻസിൽ വിപണിയിലെ സമഗ്രാധിപത്യം നടരാജും അപ്സരയും ഇന്നും സമർത്ഥമായി കൈയാളുന്നു.